ഒരു മുറൈ വന്ന് പാർത്തായാ നീ ഒരു മുറൈ വന്ന് പാർത്തായാ ജന്മനും നീ അറിந்தாயோ ഒരു മുറൈ വന്ന് പാർത്തായാ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണ്ട. തൊള്ള തുറക്കാണ്ട് പാട്ട് വരുമോ? ദേ ഇങ്ങനെ എല്ലാ ദിവസവും പാട്ടും കേട്ട് ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ല. ആരെങ്കിലും അറിഞ്ഞ ആകെ പൊല്ലാ പോവും. എടി സംഗതി നീ ഇവിടുത്തെ വേലക്കാരിയും ഞാൻ അവിടുത്തെ വേലക്കാരനുമാണെങ്കിലും ഒരു കാര്യം നീ ഓർക്കണം, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, നീ ഒരു ഇന്ത്യൻ പൗരി. ഒരു ഇന്ത്യൻ പൗരന് ഒരു ഇന്ത്യൻ പൗരിക്കും പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് മഹാത്മാഗാന്ധി അന്ന് മേടിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. ചേച്ചി വന്നു. അണ്ണാ അണ്ണാ എന്താടാ അണ്ണൻ വീട്ടിലോട്ടില്ലേ? വീട്ടിൽ വലിയ ബഹളം നടക്കുവാ. എന്താ പ്രശ്നം? അണ്ണന്റെ മക്കളും ഭാര്യയും ഭാര്യയുടെ അച്ഛനും വന്നിട്ടുണ്ട്. എന്തോ ഗർഭസംബന്ധമായ പ്രശ്നമാണ്. അണ്ണാ അണ്ണാ മണ്ണെണ്ണ പോത്തെ മുഖത്തൊഴിക്കുന്നത്. സോറി അണ്ണാ, വേഗം വാ, ഇല്ലെങ്കിൽ അണ്ണനും ഭാര്യയായിട്ടുള്ള ബന്ധം കൊച്ചമ്മ ഇന്നത്തോടെ തീർക്കും. എന്റെ മകളെ ഞാൻ വളർത്തിയതേ മര്യാദയ്ക്ക് തന്നെയാ. വളർത്തുദോഷം കാണിച്ച് നിങ്ങളുടെ മകനാ ആ ചെറ്റ. അധികം നിന്ന് കാറാതടോ. 8 മാസം മുമ്പേ ഇവളോട് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ 5 മാസത്തെ വയറ് മേറിപ്പിച്ച് ഇവിടെ വന്നതെന്ന് ചലക്കുന്ന എന്തിനാ? തന്റെ മോളോട് തന്നെ ചോദിക്കടോ ആരാ ഉത്തരവാദി എന്ന്. അമ്മേ ഓ കമ്മ, ഇത്തിരിയെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ നീ നിന്റെ തന്തയെ വിളിച്ചോണ്ട് പോടി. അല്ലെങ്കിലും ഇവിടെ കയറി അടയിരിക്കാൻ വന്നൊന്നുമല്ല. അവനെ ഒന്ന് കാണണം എനിക്ക്. അവനിങ്ങ് വരട്ടെ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ദിവാരൻ ഇവിടുന്ന് പോകൂ. ഒന്ന് അടങ്ങി ദിവാര. വാപത്തിക്കടോ ഊളുമ്പൻ ഉണ്ണിത്താനെ. അമ്മേ അച്ഛൻ. ഇവിടെ വാടാ. എന്താ അമ്മേ? ഇവിടെ വരാൻ. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവളുടെ വീട്ടിൽ പോയിട്ടില്ലാന്ന്? അതെ. എന്നിട്ടിപ്പോ ഇയാള് വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? രാത്രി കാലങ്ങളിൽ നീ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവിടെ ചെല്ലാറുണ്ടെന്ന്. നീ വരട്ടെന്ന് വിചാരിച്ച് ഞാനും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ കയറിക്കൂടാനുള്ള ഉദ്ദേശമാ. പറഞ്ഞു വിടറാ തന്റെ മോളെ. ഉഷേ അച്ഛ പോവാം. നായിന്റെ മോനെ, സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയാനുള്ള തന്റെ ഇടം പോലും ഇല്ലടാ നിനക്ക്. ഏരപ്പേ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേട്ടില്ലേ? നിങ്ങൾ നിഷേധിക്കുന്ന പോലെ ഇവന് നിഷേധിക്കാൻ പറ്റില്ല. ഇതേ ഇവന്റെ ഭാര്യ, ഈ നിൽക്കുന്നവന്റെ കുട്ടികളാ. തൽക്കാലം ഞാൻ ഇവൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അവിടെ കയറ്റി പൊറപ്പിക്കാനൊന്നുമല്ല, ഇവൻ അവിടെ വരാറുണ്ടെന്ന് നാട്ടുകാരൊന്ന് ബോധ്യപ്പെടുത്താനാ. 2 ദിവസം കഴിഞ്ഞു വിടാം. ഒരു മുറൈ വന്ന് പാത്തായാ ജന്മനം നീ അറിந்தாயோ. എന്തിനാ ഇപ്പോഴും ഈ പാട്ട് പാടുന്നത്? ഈ പാട്ട് കേട്ടാലേ പേടിച്ചാരും പുറത്തിറങ്ങൂല. ഇത് പ്രേതത്തിന്റെ പാട്ടാ. ആരാന്നാ ചോദിച്ചത്? എന്താ അമ്മേ? ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. വല്ല പൂച്ചയോ മറ്റോ ആയിരിക്കും. അടുക്കളയിൽ സ്ഥിരം കയറുന്ന കള്ളിപ്പൂച്ചയാണെന്നാ തോന്നണത്. കൊച്ചിനെടുത്തു വെച്ച് പാൽ ഇപ്പൊ തട്ടിമറിച്ചിട്ട് ഓടിയതേ ഉള്ളൂ. ആഹാ, എങ്കിലതിനെ വിടരുത്. ശാവം. അത് പൂച്ചയല്ല, മരപ്പട്ടിയാണ്. കല്ലെടുത്തെറി. ശബ്ദം കേട്ടാൽ അറിയാം. ആഹാ, ചാത്തന് തോക്ക് പറ്റിയില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ ചാരി നിർത്തിയിരിക്കുന്നത്? വരുന്നില്ലേ? ഓ, ഇനി വന്നിട്ട് എന്തിനാ, നീ പൊക്കോ. എന്തു പറ്റി ശ്രീധരേണ? ഇനി എന്ത് പറ്റാനടാ? എല്ലാം പോയില്ലേ.
എന്നാൽ ഇത്രയും കാലം ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും എനിക്കൊരു ആൺകുഞ്ഞുണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അണ്ണാ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എന്ത് പറഞ്ഞാടാ തെണ്ടി? അയ്യോ, ഞാനൊരു കല്യാണം കഴിച്ചിട്ട് ഒരു ആൺകുഞ്ഞ് ജനിക്കോ നോക്കട്ടെ എന്നാ ചോദിച്ചത്. പണ്ടേ ദുർബലൻ, ഇനി കൂട്ടത്തിൽ ഗർഭണനും കൂടി ആകാത്ത കുറവേ ഉള്ളൂ. നടക്കുന്നവൻ. അയ്യയ്യ. അമ്പികെ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തേ. ഒരു മുறை வந்து பார்த்தாயா, ഒരു മുறை வந்து பார்த்தாயா. അയ്യോ, ഒരു മുறை வந்து பார்த்தாயா. തോം തോം തോം. ഒരു മുறை வந்து பார்த்தாயா. തക്കിട തകതിമി തജം തജം തകജം. എന്റെ അമ്മ. രാത്രിയിൽ നാരായണൻകുട്ടിക്ക് ചില ചുറ്റിക്കളികളെ കൊണ്ട് നാളെ മുതൽ സൂക്ഷിക്കണം. ഇതെന്താടാ നെറ്റിയിൽ വാൾപോസ്റ്റ് ചെയ്യണേ? പനിയാ പനി. എന്ത് പറ്റി? ഇന്നലെ രാത്രി പ്രേതത്തെ കണ്ട് പേടിച്ചതാ. പ്രേതോ? നീ കണ്ടെന്നോ? കണ്ടില്ല, കേട്ടു. എനിക്ക് പ്രേതത്തെ കാണുന്നത് എന്നെ ദേഷ്യ, അതുകൊണ്ട് കാണാൻ നിന്നില്ല, ഞാൻ ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ കാണാൻ പറ്റൂല, ശബ്ദം മാത്രമേ കേൾക്കൂ. ഗന്ധർവന്മാരാ. നിനക്കറിയോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവന്മാർ ഒത്തുകൂടുകയും താരം കൈമാറുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നത്. പിന്നെ എന്റെ ചില പൊടിക്കൈ കൊണ്ടായി ഇതുവരെ കുഴപ്പങ്ങളില്ലായിരുന്നത്. അവര് താരം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പി ചത്തേനെ. ഇവന്റെ ആരോഗ്യം കാത്തുകൊള്ളണേ ഭഗവാനെ. നാരായണൻകുട്ടി, നീ ഇവിടെ വന്നിട്ടിപ്പോ കാലം കുറെ ആയില്ലേ? പിന്നെ പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ വലിയ സാറല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നീ മിലിറ്ററി ചേരാത്തത് ഏതായാലും നന്നായി. ഞാൻ ചേരാത്തതല്ല, അവര് ചേർക്കാഞ്ഞതാ. അത് ഞങ്ങളുടെ ഭാഗ്യം, അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നീ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട നീ ഇത് ചെയ്യില്ലേ? അണ്ണൻ ധൈര്യമായിട്ട് ചോദിച്ചിരണ, ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. കൈയോടെ പിടികൂടുകയും വേണം. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണു മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡു ഒക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങളൊരു കണ്ണെങ്കിലും ചോദിക്കുമെന്ന്. എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് ഭാഗ്യം. എടാ മണ്ട, കണ്ണ് വേണോന്ന് പറഞ്ഞാൽ ഈ കണ്ണല്ല, നീ ഇന്ന് കാവല് നിൽക്കണോന്നാ പറഞ്ഞത്. കാവല് നിൽക്കാനോ? ആർക്ക്? നമ്മുടെ വീടിന്. ആരും അറിയാതെ നീ കാവല് നിൽക്കണം. ആരെങ്കിലും വീട് വിട്ട് വീട് മാറി കയറുകയോ മറ്റോ ചെയ്താൽ ആ നിമിഷം നീ ഞങ്ങളെ വിവരം അറിയിക്കണം. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇത്രേ ഉള്ളോ? ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ രണ്ട് കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം. അവര് താരം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പി ചത്തേനെ. നാരായണൻകുട്ടി, നാരായണൻകുട്ടി, ഒച്ച വയ്ക്കല്ലെന്ന്.
ഞാൻ കണ്ടെണ്ണ. കണ്ടോടാ കണ്ടോടാ കണ്ടു, ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ കണ്ട കാര്യം പറയടാ. മാത്രമല്ല ഇത് അമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ പറയണം. എവിടെയും ഞാൻ പറയാം. എനിക്കൊരു പേടിയില്ല. നീ വ്യക്തമായി കണ്ടോ? കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. 2 ഗന്ധർവന്മാർ കയ്യിൽ താലവും കൊണ്ട്. ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ പുകയും തീനാളങ്ങളും. അപ്പോഴേക്കും എന്റെ ബോധം പോയി. ഈ തോല എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂലെന്ന്. ഈ മന്ദബുദ്ധിയെ ഈ പണി ഏൽപ്പിച്ച നമ്മളാ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു. അപ്പൊ കാണിച്ചു തരാം. നാരായണ നാരായണ. ഓ കൊളമായി. ഇതെന്താണോ ഉറുമീസ ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉറുമീസ്. ആ പ്രദേശത്ത് ഇത്രേ ഉള്ളായിരുന്നോ? വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, നാരായണൻ കുട്ടി. ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കുഞ്ഞ്, അവന്റെ കെട്ടഴിക്ക്. ശബ്ദിച്ചു പോകരുത്, കൊന്നുകളയും. പറയടാ, പപ്പന്റെ കുട്ടി ഏതാ? തൊട്ടിലുണ്ട്. അത് മനസ്സിലായി. തൊട്ടിലീ കിടക്കുന്നതിലേതാന്നാ ചോദിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഇതാ. ഇത് തന്നെയാണല്ലോ. തെറ്റിച്ച് കാണിച്ചാൽ കൊത്തി നുറുക്കിക്കളഞ്ഞാൽ. എന്നതേ ഇതാ. കള്ളം പറയുന്നോടാ. ഏതാ പപ്പന്റെ കുട്ടി? സത്യമായിട്ടും ഇതാ. അപ്പൊ ആദ്യം കാണിച്ചതോ? ഇതാ ശരി. തല്ലരുത്. ഇതാ പപ്പ സാറിന്റെ കുട്ടി. എന്താണോ ഉർമിസ ഇത്? മുതലാളി സമാധാനമായിട്ടിരിക്കുക. ഇവനല്ല, ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. സാറിനെ തല്ലരുത്. നിങ്ങൾക്ക് വേണ്ടത് പപ്പന്റെ കുട്ടിയല്ലേ? ഇതാ എടുത്തോ. വീണ്ടും പറ്റിച്ച. ഇതാണോടാ പട്ടി കുട്ടി? അയ്യോ അയ്യോ അയ്യോ, എന്നെ എടുക്കരുത്. ഞാൻ നടന്നോളാം. അയ്യോ അപ്പൂപ്പ. അയ്യോ അണ്ണോ പയ്യണ്ണ കൊച്ചണ്ണ. അയ്യോ അപ്പൂപ്പ. നിർത്ത്. ഇതാ പപ്പന്റെ കുട്ടി. നിന്റെ അപ്പന്റെ കുട്ടി.